ഹലോ അസ്സലാമു അലൈക്കും. സന സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ സ്മോൾ ബണ്ണാണ് കേട്ടോ. അതായത് 1 വയസ്സ് 2 വയസ്സായ കുട്ടികൾക്കെല്ലാം കൊമ്പ് കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള സ്മോൾ ബണ്ണാണ്. അത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു, ചെറിയ ബണ്ണുണ്ടോ, അതായത് നൈലോണിനെക്കാട്ടിലും ചെറിയ ബണ്ണുണ്ടോ എന്ന് വെച്ചാൽ, നൈലോണാണ് നമ്മൾ ചെറിയ ബണ്ണ് വരുന്നത്, അതിനേക്കാട്ടിലും ചെറിയ ബണ്ണ് വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. അതിന് പറ്റുന്ന ചെറിയ ബണ്ണാണ്. 12 കളേഴ്സ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വലിയ വീതിയിലും കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് വീതി കുറച്ചും കട്ട് ചെയ്യരുത്. 2 അളവിൽ ഇല്ലാതെ മീഡിയം സൈസിൽ വേണം അത് കട്ട് ചെയ്യാൻ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് നമ്മളത് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബണ്ണാണ് ഈ ചെറിയ സ്മോൾ ബണ്ണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ആ ഓറഞ്ച് കളറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നമ്മൾ ചെറിയ ബണ്ണിന് പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി അതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാ ഇത്രയും അളവ് മതി. 1 ഇഞ്ച്, ഒന്നേകാലിലേക്ക് പോകണ്ട, 1 ഇഞ്ചിലൊക്കെ എടുത്താൽ കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട്, ബണ്ണാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ബണ്ണാക്കി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്കാക്കി ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞാലാണ് നല്ല റൗണ്ടിലായിട്ട് അത് നിന്ന് കിട്ടും. നല്ല ഓറഞ്ച് കളർ, നല്ല ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ. അതിങ്ങനെ ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്ന് വലിച്ച് കഴിഞ്ഞാലാണ് നല്ല റൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഒരു യെല്ലോ കളർ, അതേപോലെ തന്നെ അതേ സെയിം അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് ഉള്ളിലേക്കാക്കി എടുക്കുക, അതോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് വലിച്ചിടുക. അത് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഉള്ളിലേക്കാക്കി ഒന്ന് വലിച്ചിട്ടാലാണ് അത് നല്ല റൗണ്ടായിട്ട് നിൽക്കുകയുള്ളൂ. അത് വലിച്ചിട്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മുടെ ബണ്ണിന് ഒന്നും സംഭവിക്കില്ല. അതായത് ഞാൻ ചില സ്ഥലത്തേക്ക് നമ്മുടെ ഹെയർ ബുഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് ബുഷ് ഉണ്ടോ ചോദിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടാറില്ല. പക്ഷെ ഇപ്പം മനസ്സിലായി. അപ്പോൾ ബണ്ണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുഷിനാണ് കേട്ടോ, ഹെയർ ബുഷ് അല്ലെങ്കിൽ ഹെയർ ബണ്ണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറിയ ബണ്ണ് 1 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വൈറ്റ് ബണ്ണ് വരുന്ന, വൈറ്റിൽ ഏത് ബണ്ണായാലും, ബിഗ് ബണ്ണ്, സോഫ്റ്റ് ബണ്ണ്, ഈ നൈലോൺ ആയാലും ചെറിയ സ്മോൾ ബണ്ണായാലും ഇതുപോലെ പുറത്തേക്ക് കുറച്ച് ചെറിയ ചളികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല അഴുക്കല്ല, ചെറിയ ചളികൾ, അത് വൈറ്റ് ബണ്ണിൽ വരുന്നതാണ്. പക്ഷെ അത് കട്ട് ചെയ്ത് ഉള്ളിലേക്കാക്കി കഴിഞ്ഞാൽ ആ ചളി ഉണ്ടായിരിക്കില്ല. ഈ പുറഭാഗത്ത് മാത്രം, അതെല്ലാ ബണ്ണിലും ഉണ്ടായിരിക്കില്ല. ഈ വൈറ്റ് ബണ്ണിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല, ചില ഭാഗങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചളി കാണില്ല. അത് നമ്മളടുത്ത് മെറ്റീരിയൽസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മഴക്കാലത്തോ അല്ലെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെ വൈറ്റ് സൂക്ഷിച്ചാലും അതിൽ ചളി വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. ഞാൻ അത് ഉള്ളിലേക്ക് എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു ചളിയോ ഒരു അഴുക്കോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ പുറത്ത് കാണുന്ന ഒരു ഭാഗത്ത് മാത്രം ചെറിയ എന്തെങ്കിലും ഒരു അഴുക്കോ കുത്തോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പീസുകളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വരുന്ന, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന മെറ്റീരിയൽസിന് ഒരു അഴുക്കോ ഒരു ചളിയോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര പീസ് കിട്ടും, 250 ഗ്രാമിൽ എത്ര പീസ് കിട്ടും? നമുക്ക് കറക്റ്റ് ഒരു അളവ് ഇത്ര പീസ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോരോ അളവിലാണ് കട്ട് ചെയ്യുന്നത്. ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ കട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ബണ്ണിന് 2 അളവിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബണ്ണ് 2 അളവിൽ കട്ട് ചെയ്യുന്നുണ്ട്. 8 രൂപ, 10 രൂപ, 15 രൂപ, അങ്ങനെയൊക്കെ ഓരോ അളവിൽ അവരെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അവർക്ക് ഓർഡർ വരുന്നതിനനുസരിച്ചാണ് ഓരോരുത്തർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര പീസ് കിട്ടും എന്ന് പറയില്ല. നമ്മൾ ഇത്ര മോഡൽസ് അതിലുണ്ടായിരിക്കും. 250 ഗ്രാം പറയുമ്പോൾ നമ്മൾ 260 ഗ്രാമോളം നമ്മൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മോഡൽസ് അതിലുണ്ടായിരിക്കും. ഇനി മുതൽ നമ്മൾ ഇതുവരെ നമ്മൾ 12 മോഡൽസ് കൊടുത്തിട്ടുണ്ട്, 15 മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 12 മോഡലാണ്. ഈ 12 മോഡൽ നമ്മൾ 250 ഗ്രാമിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കാർഡ് സെറ്റ്, കവറുകൾ, പാക്കിംഗ് ചെയ്യാനുള്ള കവറ്, സ്മോൾ കവറ്, മീഡിയം, ബിഗ് കവറ്, പിന്നെ അതിലൊട്ടിക്കാനുള്ള സ്റ്റിക്കർ, ഇതുപോലെ നൈലോണും സ്മോൾ ബണ്ണും കാർഡിലാക്കി വെക്കാനുള്ള കാർഡ് സെറ്റ് പറഞ്ഞാൽ 25 കാർഡും 25 ഈരയും ഉണ്ടായിരിക്കും. ഇതുപോലെ കാർഡ് സെറ്റാക്കി കൊടുക്കാൻ പറ്റുന്ന കാർഡും എല്ലാം നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ബീഡ്സ്, ഫ്ലവേഴ്സ്, ലേസ്, റിബൺസ്, അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസുകളും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കാർഡ് സെറ്റിലൊക്കെ തൂക്കി നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്താൽ തന്നെ അവർക്കത് വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ കടകളിൽ ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത്രയും നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, അവരത് സ്വീകരിക്കും.
ഓക്കെ, അപ്പോൾ അതുപോലെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് പിന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രികകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് കത്രിക ഉണ്ടോ, കത്രിക സെയിലാക്കുന്നുണ്ടോ അതിനെ പറ്റിയ കത്രിക. അപ്പോൾ ഇതാ ഇപ്രാവശ്യം നമ്മൾ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ 4 മോഡൽ കത്രികയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് കേട്ടോ. കത്രിക ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 4 മോഡൽ കത്രിക ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ചെറിയ സൈസ് ഉണ്ട്, സ്മോൾ സൈസ് വരുന്നുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ചെറിയ സൈസ് പറയുമ്പോൾ അതിൽ 2 കത്രിക നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വലുതും ഉണ്ട്, ഒരു ചെറുതും ഉണ്ട്. ഇത് ചെറിയ സൈസ് വരുന്നതാണ്. അതിൽ രണ്ട് മോഡൽ കത്രിക അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി മീഡിയം സൈസിലും കത്രിക വരുന്നുണ്ട്. അതിൽ ഒരു കത്രികയാണുള്ളത്. അതിലും കളേഴ്സുകളുണ്ട്, 2-3 കളേഴ്സ് വരുന്നുണ്ട്. ജർമ്മൻ ക്വാളിറ്റി കത്രികയാണ്, നല്ല ക്വാളിറ്റിയുള്ള കത്രികകളാണ് കേട്ടോ. ADYയുടെ നല്ല ക്വാളിറ്റിയുള്ള കത്രികകളാണ്. ഇതൊരു മീഡിയം സൈസ് കത്രികയാണ്. ഇനി അടുത്തത് വരുന്നത് ഒരു ബിഗ് സൈസ് കത്രികയാണ് കേട്ടോ. അതിലും ഒറ്റ കളറാണുള്ളത്. ADYയുടെ തന്നെയാണ്, ഒരേ മോഡൽ തന്നെയാണ്, ജർമ്മൻ ക്വാളിറ്റി വരുന്ന കത്രിക തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി അടുത്തത് വരുന്നത് നമ്മുടെ മെഷീൻ കത്രികയാണ്. മെഷീൻ കത്രികയാണ് നമ്മൾ ഇത്ര ദിവസം സെയിലാക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് കേട്ടോ. മെഷീൻ കത്രികയുണ്ട്, അത് 11 ഇഞ്ചിൻ്റെ കത്രികയാണ്. ഇതാണ് വലിയ സൈസ് വരുന്ന കത്രിക ഉണ്ട്. അങ്ങനെ 4 മോഡൽ കത്രിക. പിന്നെ ഇത് കൂടാതെ വേറെ സ്മോൾ കത്രിക വേറെയും ഉണ്ട്, പ്ലാസ്റ്റിക് കത്രിക വേറെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കത്രികകൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് കട്ട് ചെയ്യാനും കട്ട് ചെയ്ത് നല്ല കത്രിക വേണം നമുക്ക് നിർബന്ധമായിട്ടും. കാരണം ഇത് കട്ട് ചെയ്യാൻ നല്ല മൂർച്ചയേറിയ കത്രിക തന്നെ വേണം. മൂർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ ബണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പുതിയ മോഡൽ ബണ്ണുകൾ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, അതായത് വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നിങ്ങൾ എൻ്റെ ചാനലിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.